ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് അതിമനോഹരമായിട്ടുള്ളൊരു പൂക്കളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ പുഷ്പവ്യാപാരികളും ഗുരുവായൂർ ക്ഷേത്ര നടയിലെ വ്യാപാരികളുമൊക്കെ സ്പോൺസർ ചെയ്തിട്ടാണ് എല്ലാ ദിവസവും പൂക്കളം ഒരുക്കുന്നത്. പക്ഷേ ഇന്നത്തെ പൂക്കളത്തിന് വളരെ സവിശേഷതയുണ്ട്. ഇന്ന് പൂക്കളത്തിലുള്ളത് താമരക്കണ്ണനാണ്. താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ ഒരു പ്രത്യേക രൂപമാണ് താമരക്കണ്ണൻ എന്ന് പറയുന്നത്. താമരക്കണ്ണനെ ഒരുപാട് ഭക്തജനങ്ങൾ താമരക്കണ്ണനെ ആരാധിക്കുന്നുണ്ട്. എന്താണ് താമരക്കണ്ണൻ്റെ വിശേഷം? എന്ത് മനോഹരമാണെന്ന് നോക്കൂ. ആ താമരക്കണ്ണൻ്റെ പൂക്കളം ആ താമരയുടെ ഇതളുകളൊക്കെ മുകളിലേക്കും താഴേക്കുമായിട്ടൊരു 3D എഫക്റ്റിലാണ് നിൽക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. 24 അടി നീളവും 15 അടി വീതിയുമുള്ള അതിമനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 15ഓളം കലാകാരന്മാർ ചേർന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് താമരക്കണ്ണൻ്റെ പ്രത്യേകത? താമരക്കണ്ണനെ ഒരുപാട് ആളുകൾ ആരാധിക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാൽ ആളുകൾ അന്വേഷിക്കും, എവിടെയാണ് താമരക്കണ്ണൻ, എവിടെയാണ് താമരക്കണ്ണൻ എന്ന്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കിഴക്ക് വടക്ക് മൂലയിലെ ഒരു മങ്ങിയ ചിത്രമാണ് ശരിക്ക് താമരക്കണ്ണൻ. പക്ഷേ അത് അവിടെ കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാവും. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, താമരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ സവിശേഷമായിട്ട് ഒരുപാട് ആളുകൾ ഉപാസനാമൂർത്തിയായിട്ട് ആരാധിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമാണ്. ചതുരക്ഷരി ഗോപാലം എന്ന ധ്യാന ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണത്. അതായത് താമരയുടെ മുകളിലിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു കയ്യിൽ വെണ്ണ, മറു കയ്യിൽ തൈര്, ഇടയ്ക്ക് പായസം. അങ്ങനെ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ മുകളിലേക്ക് രത്നവും മുത്തുകളും ഇങ്ങനെ പൊഴിക്കുന്ന കാമധേനുവിൻ്റെ മുകളിൽ നിന്ന് രത്നവും മുത്തുകളും പൊഴിക്കുന്ന ഒരു സങ്കല്പമാണത്. അപ്പോൾ ഈ താമരക്കണ്ണനെ ആരാധിച്ചാൽ സമ്പത്ത്, ഐശ്വര്യം എന്നിവ കിട്ടുമെന്നാണ് പൊതുവിലുള്ളൊരു വിശ്വാസം. അത് കുറേ ജ്യോതിഷികളും ജ്യോതിഷ മാസികകളുമൊക്കെ അത് വളരെ വലിയ ഒരു സങ്കല്പമായിട്ട് അവതരിപ്പിച്ചതോടു കൂടിയിട്ട് 2 പതിറ്റാണ്ടായിട്ടുള്ളൂ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ താമരക്കണ്ണനെ കണ്ടു തൊഴാനുള്ള ഒരു തിരക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ശരിക്ക് തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ നാരായണാലയത്തിൽ വരുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുള്ളത് താമരക്കണ്ണൻ്റെ ഒരു ചെറിയ രൂപം, ഒരു ലോക്കറ്റ്, അതേപോലെ ഒരു ചിത്രമൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഇതാ ഗുരുവായൂർ ക്ഷേത്രനട ഇവിടെ നിന്ന് കാണാം. ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് നോക്കിയാൽ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണ ശ്രീലകത്ത് പൊന്നു ഗുരുവായൂരപ്പനെ ഇങ്ങനെ കാണാം. ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ക്ഷേത്രനടയിലുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്, ചിങ്ങമാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. ഇന്ന് സെപ്റ്റംബർ 12 അപ്പോൾ ഇന്ന് ധാരാളം കല്യാണങ്ങളുണ്ട്. കല്യാണത്തിനുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ദർശനം നടത്താനുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ദർശനം നടത്തുക എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു സംഗതിയാണ്. ഭഗവാൻ അർപ്പിക്കാനുള്ള നിരവധി ദ്രവ്യങ്ങളായിട്ട് പച്ചക്കറികൾ, കദളിപ്പഴം, കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ടതെല്ലാം, അവനവന് ഇഷ്ടപ്പെട്ടതെല്ലാം അതെല്ലാം നേദിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രനടയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കല്യാണ സംഘങ്ങൾ ധാരാളമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രനട ഇന്ന് വളരെ പ്രസന്നമാണ്. ചിങ്ങവേലി എത്തിക്കഴിഞ്ഞു. ഓണത്തിൻ്റെ വിശേഷങ്ങൾ ധാരാളമുണ്ട്. മറ്റന്നാൾ മുതൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം, അതിൻ്റെ പിറ്റേ ദിവസം തിരുവോണം ഞായറാഴ്ച, ഒരുപാട് വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട സംഗതികൾ, മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കൃഷ്ണാർപ്പണം.